പ്രൈസ് ദി ലോർഡ്. നമുക്ക് മന്നയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച വട്ടങ്ങളിൽ നമ്മൾ ചിന്തിച്ച മന്ന എന്തിന് നിഴലാണ്, മന്ന കൊണ്ട് ദൈവം മന്ന കൊടുത്തതിൻ്റെ ദൈവിക ഉദ്ദേശം എന്താണ്, ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം ചില കാര്യങ്ങളെ ശ്രദ്ധിച്ചു. നമ്മളിനി മന്നയെക്കുറിച്ച് കുറച്ച് വ്യത്യസ്തമായി കുറച്ചാഴമായിട്ട് നമ്മൾ ഈ മന്നയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മൾ സമയങ്ങളെ വേർതിരിക്കുകയാണ്. നമുക്ക് 4 തരത്തിലുള്ള മന്നകളെക്കുറിച്ച്, മന്ന എന്ന് കേൾക്കുമ്പോൾ പൊതുവായിട്ട് നമ്മൾ ഈ ഭാഗത്തെ മന്ന ഇതാ നമ്മളെ കാണിച്ചിരിക്കുകയാണ്. പൊതുവായിട്ട് നമ്മൾ മന്നയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മന്ന എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എങ്കിലും ദൈവമക്കളുടെ ഇടയിൽ ഏറെക്കുറെ ഒരു നല്ല ഭാഗം ആളുകൾക്ക് മന്ന 4 തരത്തിലുള്ള മന്നകളുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. 4 ക്വാളിറ്റിയിലുള്ള മന്നകളുള്ളതായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് ഒരു ചിന്ത ആഴമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെ ചിന്തിക്കാം. ഈ 4 വിധത്തിലുള്ള മന്നയെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ചിലർക്ക് സന്തോഷം തോന്നും. ഈ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ, ഇങ്ങനെയും ഉണ്ടോ, ഇങ്ങനെയും ബൈബിളിലൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടാകും. മറ്റു ചിലർക്ക് അതൊരു വിമർശനമായിട്ട് തോന്നാം. മറ്റു ചിലർക്ക് വിമർശനമായിട്ട് തോന്നാം. എന്തായിട്ട് തോന്നിയാലും കുഴപ്പമില്ല, ബൈബിളിലുള്ളതിന് നമ്മൾ ആഴമായി ഗ്രഹിക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അത് ചിന്തിക്കുകയാണ്. 4 തരത്തിലുള്ള മന്നകൾ, 4 ക്വാളിറ്റിയിലുള്ള മന്നകളെന്ന് പറയാം. നമുക്ക് ഒന്ന് വായിക്കാം. അന്നേക്കുള്ള മന്ന, പുറപ്പാട് പുസ്തകം 16:19-20 വായിച്ച്. പിറ്റേ നാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേ നാളത്തേക്ക് കുറെ ശേഖരിച്ചു. അത് ക്രമിച്ചു നാറി. മോശ അവരോട് കോപിച്ചു. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാകുന്നിടത്തോളം പിറക്കും. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് കൊത്തമ്പാലരി പോലെ ഇരിക്കുന്നുവെങ്കിലും ഇതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നെയ്യുടെ ഒക്കെ അനുഭവം പോലാണ് അല്ലേ. വെയിലാകുമ്പോൾ ഉരുകിപ്പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു വസ്തുവാണ്. അപ്പോൾ ഇതിനെ മഞ്ഞിനകത്താണ് ദൈവം പൊതിഞ്ഞ് നശിച്ചു പോകാതെ, അപ്പോൾ വെയിലിൽ ഉരുകിപ്പോകുന്ന സാധനത്തിന് ദൈവം മഞ്ഞിനകത്ത് പൊതിഞ്ഞ് നൽകി. പ്രീശം. അപ്പോൾ ഈ മന്ന അന്നേക്കുള്ള മനയാണ്. ആഴ്ചവട്ടത്തിൻ്റെ ആരംഭം മുതൽ അവസാനത്തെ 6-ാം ദിവസം വരെ പെറുക്കി ഭക്ഷിക്കാവുന്ന, ഇന്ന് പെറുക്കുന്നത് നാളെ എന്ത് ചെയ്യും, നാളത്തേക്ക് വെച്ചിരുന്ന ക്രമിച്ചു. അവിടെ വായിക്കുന്ന ചിലർ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു, ഈ ആർത്തി മൂത്തിരിക്കുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ടല്ലോ, അവരാവേശം കൊണ്ട് കുറച്ച് കൂടുതൽ പറക്കി അതെല്ലാം എന്ത് ചെയ്തു, പിറ്റന്നേരത്തേക്ക് അത് ക്രമിച്ച് നാറിപ്പോയി. അപ്പോൾ അന്നത്തേക്കുള്ള മന്ന ദൈവം ഈ എന്താ പറയുന്നത്, നമുക്ക് ആവശ്യമായത് അന്നന്ന് തന്ന് നടത്തുവാൻ ദൈവം ശക്തനാണ്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. ഇപ്പം നമുക്കിപ്പോൾ ഉള്ളത് കൊണ്ട് വിശ്വാസം കുറഞ്ഞു ഇല്ലേ. വിശ്വാസ ജീവിതത്തിൽ ശരിക്കും വിശ്വാസം ജീവിതം അനുഭവിച്ച ഭക്തന്മാർ, ദൈവവേലക്കാർ, വിശ്വാസികൾ കഴിഞ്ഞ ഒരു ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ശരിയല്ലേ? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലാതല്ല. ഇപ്പോഴും കാരണം നമ്മൾ പലരെയും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും കർത്തൃസേവയിലൊക്കെ ആയിരിക്കുന്ന ഒട്ടനവധി ദൈവദാസന്മാർ അവിടെ ആയിട്ട് കാഴ്ചയാലുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നവരുണ്ട്. നാളെ എന്താകുമെന്നറിയില്ല. ഞാൻ എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു. പ്രീശം. വിശ്വാസത്താൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വിശ്വാസ ജീവിതം കുറച്ച് കഷ്ടമാണ്. ആരെങ്കിലും ഉണ്ടോ ആമേൻ പറയാൻ? ആമേൻ പറയാം. അത് കുറച്ച് കഠിനമാണ്. അതിന് എല്ലാവരും ഒരുപോലെ നിന്നെങ്കിലേ അത് മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒരുപോലെ നിന്നാൽ ഈ വിശ്വാസ ജീവിതം ആനന്ദകരമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ വിശ്വാസ ജീവിതത്തിനകത്താണ് യഥാർത്ഥത്തിലൊരു ദൈവവേദന ദൈവത്തെ കണ്ടുമുട്ടുന്നത്, ദൈവ ശബ്ദം കേൾക്കുന്നത്,
ദൈവിക കരുതൽ അനുഭവിക്കുന്നത്. ഇതെല്ലാം ഈ വിശ്വാസ ജീവിതത്തിനകത്താണ്. സമൃദ്ധിയിൽ നമ്മൾ ദൈവത്തെ ദൈവശബ്ദം കേട്ടെന്ന് വരാം, ദൈവ സാന്നിധ്യം അനുഭവിച്ചെന്ന് പറയാം, എല്ലാം ഉണ്ട്, ഓക്കെയില്ലെന്ന് പറയാം. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന വിശ്വാസ ജീവിതം, കഷ്ടതയുടെ, പ്രയാസങ്ങളുടെ, ദാരിദ്ര്യത്തിൻ്റെ ഒരു ജീവിതമുണ്ട്. അതിനകത്ത് നമ്മൾ അനുഭവിച്ചതുപോലുള്ളൊരു ദൈവ സാന്നിധ്യം നമ്മൾ ഒരിക്കലും സമൃദ്ധിയുടെ അകത്ത് അനുഭവിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അതൊരു പ്രത്യേകതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന് നിൻ്റെ കഷ്ടം അറിയാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യനോട് നിൻ്റെ ഇല്ലായ്മ നീ പറയാതിരിക്കെ. പ്രൈസ് ദി ലോർഡ്. അവൻ എവിടെ നിന്നോ ഏലിയാവിൻ്റെ കാക്കയെ പോലെ ഒരുവൻ്റെ കയ്യിൽ നിനക്ക് ആവശ്യമായത് നൽകി അയച്ച അനുഭവങ്ങളെന്ന് പറയുന്നത് അത് ദൈവികമാണ്. അതിൻ്റെ സ്വാദ്, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ ദൈവിക സ്പർശനം അത് പറഞ്ഞറിയിപ്പാൻ അളവില്ലാത്തതാണ്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ രോഗിയായി എന്ന് പറയുമ്പോൾ, രണ്ടാമത്തെ മകന് ഞാൻ എവിടെയോ നമ്മുടെ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ എവിടെയോ ഒരിടത്ത് ഞാനത് ഓർപ്പിച്ചിട്ടുണ്ട്. രോഗിയായി 4.5 മാസം രോഗക്കിടക്കയിലായിരുന്നു. പ്രസവത്തോടുള്ള ബന്ധത്തിൽ സിസേറിയൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റിച്ച് പൊട്ടി, അത് ഇൻഫെക്ഷനായി. രണ്ടാമത് ആമയെ 22-ന് അന്ന് രണ്ടാമത് വീണ്ടും സ്റ്റിച്ചിട്ടു, അതും ഇൻഫെക്ഷനായി. എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെയൊക്കെ ഉള്ള ചരിത്രങ്ങൾ ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളോട്. ആ സന്ദർഭങ്ങളിൽ, ആ സാഹചര്യങ്ങളിൽ സാമ്പത്തികമായിട്ട് ഏറെ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വീണ്ടും ചെക്കപ്പിനായിട്ട് 1 മാസം കഴിയുമ്പോൾ SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. തലേ ദിവസം വരെ എൻ്റെ കയ്യിലില്ല. ഏകദേശം 1000 രൂപ അന്ന് വേണം. 1000 രൂപ എന്നൊക്കെ അന്ന് പറയുന്ന എന്തൊരു വലിയ സംഭവം പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. 110 രൂപ അന്നത്തെ ആ ഞായറാഴ്ച, തിങ്കളാഴ്ച കൊണ്ടുപോകണം. ഞായറാഴ്ച സ്തോത്രക്കാഴ്ചയായിട്ട് ലഭിച്ച 110 രൂപയുണ്ട്. എനിക്ക് അന്നും ഇന്നും എനിക്കൊരു സ്വഭാവം, എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനോടും ചോദിക്കാൻ ഇടവരുത്തരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു മനസ്സിനകത്തൊരു തീരുമാനമുണ്ട്. അന്നും ആ 110 രൂപ വെച്ചും കൊണ്ട് പിറ്റേ ദിവസത്തേക്ക് പോകാൻ, പ്രൈസ് ദി ലോർഡ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു മനുഷ്യനോടും ഞാൻ ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല, പറയുകയില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. മനസ്സെല്ലാം നുറുങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ അന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു 4:30-5 മണിയാകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ആ ചർച്ചിൽ ചാർജ് എടുത്ത് പോയിട്ട് ഏകദേശം ഒരു 4-5 മാസമേ ഉള്ളൂ. എനിക്ക് അവിടെ അങ്ങ് അധികം ആരുമായിട്ട് യാതൊരു പരിചയമില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് വൈകിട്ട് എവിടെ നിന്നോ ആ പ്രദേശ ചുറ്റുപാടിലുള്ള ചില സഹോദരിമാർ, അവർ CSS സഭയിൽ ഒരു പ്രയർ സെല്ലുണ്ട്, അതിനകത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ഞങ്ങളുടെ കഷ്ടത അറിഞ്ഞിട്ട്, ബത്തപ്പാട് അറിഞ്ഞിട്ട്, അവരവിടെ ആരോ പറഞ്ഞറിഞ്ഞിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടില്ല, അവരുമായിട്ട് യാതൊരു പരിചയമല്ല. അവരിവിടെ വന്ന് അവൾക്ക് വേണ്ടി, എൻ്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകുന്ന സമയത്ത് ഒരു പൊതി നിർബന്ധിച്ച്, വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ നിർബന്ധിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി. അവർ പോയ ശേഷം ഞാൻ ആ പൊതി തുറന്ന് നോക്കുമ്പോൾ എനിക്ക് പിറ്റേ ദിവസം പോകേണ്ട കാശ്, അതിനകത്ത് 900 രൂപ അതിനകത്ത് അവരെല്ലാം കൂടി കളക്ഷൻ ഇട്ട് ഞങ്ങൾ കൊണ്ട് ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത് അതിൻ്റെ മാധുര്യം വിലപ്പെട്ടതാണ്. ആ വന്ന സഹോദരിമാരോട് ഞാൻ പറഞ്ഞു വിട്ടില്ല. നമ്മൾ ഓർക്കും, ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു കൈമടക്ക് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൻ്റെ ഒരു സംസ്കാരമാണ് എന്ന് നമ്മൾ ചിന്തിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിന് മുമ്പും അവർക്ക് എന്താ വരാൻ തോന്നാത്തത്? പ്രൈസ് ദി ലോർഡ്. അന്ന് വന്നു. മറ്റൊരു ദിവസം എൻ്റെ വീട്ടിലുള്ള അരി അടുത്ത ദിവസത്തേക്ക് വെക്കാനുള്ള ആഹാരത്തിനുള്ള വഴിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ തേടി തിരുവല്ലായിൽ നിന്നൊരു സഹോദരൻ എന്നെ തേടി, എൻ്റെ സ്നേഹിതനാണ്, തേടി എൻ്റെ വീട്ടിലേക്ക് വന്നു. മിഷൻ വീട്ടിലേക്ക് വരുമ്പോൾ, എൻ്റെ മിഷൻ വീടിൻ്റെ അടുത്ത് ഏതാണ്ട് എത്താറാകുന്നുണ്ട് ഒരു പലചരക്ക് കടയുണ്ട്. ആ കടയുടെ അടുക്കൽ വരുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായി എൻ്റെ വീട്ടിലേക്ക്, അവിടെ നിന്ന് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല, ആ കടയുടെ അടുക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി എൻ്റെ വീട്ടിലത്തേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ടുവരണം. അദ്ദേഹം ഒരു ചാക്കിലോ എന്തോ ആണെന്ന് ഞാൻ ഓർക്കുന്നു, കുറേ അരി, വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു തോന്നുന്നു. അതെല്ലാം കൂടെ അവിടെ നിന്ന് വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചു. പിറ്റേ ദിവസത്തേക്ക് ആഹാരത്തിനുള്ള വഴിയില്ല. എൻ്റെ സ്നേഹിതനോട് ഞാൻ ബദ്ധപ്പാടിലിരിക്കുന്നുവെന്നും ഞാൻ കഷ്ടപ്പാടിലിരിക്കുന്നുവെന്നും എൻ്റെ വീട്ടിൽ ആഹാരമില്ല എന്നും ഞാൻ അവനോട് പറഞ്ഞില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിങ്ങളെയും വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ മുഖത്തേക്ക് നോക്കി
ആ മുഖത്തെ ലജ്ജിപ്പിക്കാതെ, ആ ദൈവത്തിന് അപമാനം വരുത്താതെ നമ്മൾ ജീവിച്ചാൽ, ദൈവം ആ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അവൻ ഇറങ്ങിത്തിരിക്കുന്നവനെ അവൻ കൈവിടുന്നവനല്ല. ഇത് ഒന്നും രണ്ടും അനുഭവങ്ങളല്ല, ഒട്ടനവധി ഇന്നും ഈ നിമിഷം വരെയും ദൈവം നടത്തുന്ന വിധങ്ങൾ അത്യത്ഭുതങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അത്യത്ഭുതങ്ങളാണ്. ഇതൊക്കെ ചെറിയ ഒരുപാട് കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കേൾവിക്കാരായ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എഴുന്നേൽപ്പിച്ച് നടത്തിയാൽ ഇതുപോലെ ഒട്ടനവധി അനുഭവങ്ങൾ പറയുവാൻ നിങ്ങൾക്കുണ്ട്. മീഡിയയിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറയുവാൻ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അപ്പം ഒരുവനെ പ്രൈസ് ദി ലോർഡ് ഇവിടെ ഈ മന്ന കൊടുത്തിട്ട് പറഞ്ഞു, നാളത്തേക്ക് നീ കരുതി വെക്കണ്ട, നാളത്തേക്ക് ഞാൻ കരുതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ഇവരെല്ലാം കൂടി വാരിപ്പിടിച്ചുകൊണ്ടെന്ന് കുറച്ച് കരുതി അങ്ങ് വെച്ചു. നമ്മുടെ കരുതലുകളെല്ലാം ഈ മന്ന പെറുക്കി കൊണ്ടുപോയി വെച്ചവൻ്റെ തുല്യമാണ്. അതെല്ലാം പിറ്റെന്ന് അഴുകി നാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വിളിച്ചവനാണെങ്കിൽ വിശ്വസ്തനാണ്, മക്കളെ തന്നവനാണെങ്കിൽ അവൻ വിശ്വസ്തനാണ്. നമ്മളെ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ വിളിച്ചെങ്കിൽ വിശ്വസ്തയോടെ നിൽക്കുക. നിന്റെ ചെറുതോ വലുതോ ആയ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് ഉയരത്തിലേക്ക് നോക്കി പറയുക. നിന്റെ അറയുടെ വാതിലടച്ച് നമ്മെ വിളിച്ച ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹൃദയനുറുക്കത്തോടെ, ഭാരത്തോടെ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ദൈവത്തോട് പറയുക. ദൈവം നമുക്ക് ആവശ്യമായതൊക്കെ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ആവശ്യമായതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവരെ ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവർക്ക് പാർക്കാൻ ഏദേൻ തോട്ടവും ഭക്ഷിപ്പാൻ വൃക്ഷഫലാദികളും സൃഷ്ടിച്ചിരുന്നു. മനസ്സിലായവർക്കായി സ്തോത്രം. നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ, നിങ്ങളെ വിളിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ നമുക്ക് ജനിക്കാനിരിക്കുന്ന മക്കളെക്കുറിച്ച്, അവരാകേണ്ടതിനെക്കുറിച്ച് ദൈവം എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ നോക്കുമ്പോൾ ശൂന്യതയായിരിക്കാം, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കൈ വരണ്ടതായിരിക്കാം, നിങ്ങളുടെ കരങ്ങൾ ബലഹീനമായിരിക്കാം. നാളത്തേക്കെന്ന് കരുതി എൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതുവാൻ എൻ്റെ കൈകളിലൊന്നുമില്ലെന്ന് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കാം. പക്ഷെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്ക്. ദൈവം ഒന്ന് കരുതിയിട്ടുണ്ട്. അതെല്ലാം അതതിൻ്റെ നേരങ്ങളിലും അതതിൻ്റെ കാലങ്ങളിലും അതിൻ്റെ സമയം തെറ്റാതെ നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ മതി. അപ്പോൾ അത് നാറി. 1-2 വാക്യം കൂടെ നമ്മൾ അതിനുള്ള ബന്ധത്തിൽ 2 കൊരിന്ത്യർ 5:7 എബ്രായർ 10:38 കൂടെ വായിച്ച് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. എബ്രായർ 10:38 കൂടെ, എബ്രായർ 10:38 കൂടെ വായിച്ച്. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. വിശ്വാസത്താൽ ജീവിക്കും. ഞങ്ങൾ കാഴ്ചയാലല്ല, വിശ്വാസം. അകത്തൊരു ഉൾക്കാഴ്ചയുണ്ട്. അകത്ത് വിളിച്ചവനെ കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച, അത് നമ്മുടെ അകത്താണ് ഉണ്ടാകേണ്ടത്. ആ വിശ്വാസമാണ് നമ്മളെ വിശ്വാസപാതയിൽ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇവിടെ അന്നേക്കുള്ള മന്ന ദൈവം പറഞ്ഞതനുസരിച്ചാൽ മാത്രം മതി. അന്നേക്കുള്ള മന്ന അന്നേക്ക് മാത്രമാണ്, അത് കെട്ടുപോകും. 2 ശബത്തിലേക്കുള്ള മന്ന വായിക്കാമോ? അതേ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 29-ാം വാക്യം. നോക്കുവിൻ, യഹോവ നിങ്ങൾക്ക് ശബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ താന്താങ്ങളുടെ സ്ഥലത്തിരിപ്പിൻ. 7-ാം ദിവസം ആരും തന്റെ സ്ഥലത്തു നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. 6-ാമത്തെ ദിവസം, ആഴ്ചവട്ടത്തിന്റെ ആരംഭം മുതൽ 6-ാമത്തെ ദിവസം വരുമ്പോൾ ശബത്താണ്. അന്ന് അടുത്ത ദിവസത്തേക്കുള്ള ആഹാരം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? മന്ന ഇത് തന്നെയാണ്. പക്ഷെ ആ മന്ന അടുത്ത ദിവസം, ഇന്നലെ 5 ദിവസം വരെ 5 ദിവസം വരെ പറക്കുന്ന മന്ന അടുത്ത ദിവസത്തേക്ക് വെച്ചെന്നാൽ എന്ത് ചെയ്യും? മാറിപ്പോകും. എന്നാൽ 6-ാം ദിവസം എടുക്കുന്ന മന്ന 7-ാം ദിവസത്തേക്കും ഉപയോഗപ്രദമാണ്. അപ്പോൾ അതിൻ്റെ 2-ാം ഘട്ടത്തിൽ അവൻ ശബത്തിലേക്കുള്ള മന്ന അത് കെട്ടുപോകുകയില്ല. കാര്യം എന്താണെന്നറിയാമോ? ഈ 7-ാമത്തെ ദിവസത്തിൽ നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. 6 ദിവസം നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു. 7-ാമത്തെ ദിവസം
നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ സ്വസ്ഥമായിരിക്കണം. ശബത്താണ്, യഹോവയുടെ വിശുദ്ധ ദിവസമാണ്, ശബത്താണ്. നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കണം. വേറെ പണിയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ 7-ാം ദിവസം നിങ്ങൾ ആഹാരം പോലും ഉണ്ടാക്കാൻ പാടില്ല. എന്തുണ്ടാക്കാൻ പാടില്ല? ആഹാരം ഉണ്ടാക്കാൻ പാടില്ല. 7-ാം ദിവസം ആഹാരം ഉണ്ടാക്കാൻ പാടില്ല. അത് ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് ചെന്നപ്പോഴുള്ള ദൈവിക നിയമം, കൽപ്പന അങ്ങനെയാണ്. സ്വസ്ഥമായിരിക്കണം. ശബത്തിന് എന്ത് ചെയ്യണം? ശബത്തിന് ബഹുമാനയോഗ്യം. വേറെ ഒന്നും ചെയ്യരുത്. നീ കഴിക്കണം, നീ ആഹാരം കഴിക്കണം. പക്ഷെ ശബത്തിലുണ്ടാക്കി നീ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. അത് നിനക്ക് സ്വസ്ഥതയാണ്. 6 ദിവസം കൊണ്ട് സകല സൃഷ്ടികളെയും സൃഷ്ടിയുടെ പ്രവൃത്തികളെയും തികച്ച ദൈവം 7-ാം ദിവസം ഞാൻ സ്വസ്ഥമായിരുന്നത് പോലെ നിങ്ങളും സ്വസ്ഥമായിരിക്കണം. അപ്പം ഈ പുതിയ നിയമത്തിൽ, ഇത് പഴയ നിയമത്തിൻ്റെ. അപ്പം ഈ ശബത്തിനെ ലംഘിക്കുന്നവൻ എന്ത് ചെയ്യണം? അവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നാണ് പഴയ നിയമം. അപ്പോൾ അത്ര ഗൗരവമുള്ളതാണ് ശബത്ത്. അപ്പം പുതിയ നിയമത്തിൽ നമ്മൾ ഈ ന്യായപ്രമാണത്തിനെ കുറിച്ച് ഇത് പഠിച്ച് അവസാനം ഈ മന്നയൊക്കെ നമ്മൾ പഠിച്ചതിന് അവസാനം പിന്നെ നിയമത്തിൻ്റെ കൽപ്പനകളുണ്ട്. 10 കൽപ്പന നമ്മൾ പഠിക്കും. 10 കൽപ്പനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് ന്യായപ്രമാണ നീക്കം വന്നോ ഇല്ലയോ എന്ന് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ന്യായപ്രമാണത്തിൻ്റെ ഇപ്പോഴത്തെ നില എന്താണ്? ന്യായപ്രമാണത്തിന് മാറ്റം വന്നോ, മാറ്റം വന്നില്ലയോ? എന്താണ് പുതിയ നിയമം? പുതിയ നിയമം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ എല്ലാവർക്കും അല്ല, ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും പുതിയ നിയമം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു പ്രമാണമില്ലാത്ത, അങ്ങനെയാണ്, ഒരു പ്രമാണമില്ലാത്ത. പണ്ടായിരുന്നല്ലോ 10 കൽപ്പന, ഇപ്പം കൽപ്പനയൊന്നുമില്ല, ഒരു പ്രമാണമില്ലാത്ത അനുഭവം എന്ന് തോന്നാറുണ്ട്. കൃപയാണ്, അതായത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കൃപയുണ്ട്. ഈ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച, നമ്മുടെ മനസാക്ഷി പ്രകാരം ജീവിച്ചൊരു കാലമുണ്ട്. അത് മനസാക്ഷിയുടെ യുഗം എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞു. അപ്പോൾ അതൊന്നും അതിനെപ്പറ്റി നമ്മൾ വിസ്താരമായിട്ട് പഠിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ സ്വസ്ഥത, ഇപ്പോൾ പഴയ ന്യായപ്രമാണ കാലത്ത് സ്വസ്ഥത, ഒരു ദിവസം മുഴുവനായിട്ടിരുന്ന് നീ ദൈവത്തെ സേവിക്കണം, മിണ്ടാതിരിക്കണം, നിൻ്റെ ജോലിക്കും പോകരുത്, നിൻ്റെ കൂലിക്കും പോകരുത്. ഈ ഒരു ദിവസം മുഴുവനും ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നാൽ, ഒന്ന് സ്വസ്ഥമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇരുന്ന് നോക്കിക്കേ, അതിനൊരു സുഖമാണ് ഇല്ലേ? ഇത് ഒരു സ്വസ്ഥതയും ഇല്ലാത്ത നമ്മുടെ സഹോദരിമാർക്കാണ്. ശരിയാണോ ഇല്ലേ? സഹോദരിമാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ചയാണ് അവർക്ക് ഒട്ടും സ്വസ്ഥതയില്ലാത്ത പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ്, കുറേ കൂടെ രാവിലെ എഴുന്നേറ്റ് 6 ദിവസം കഴിഞ്ഞ 5 ദിവസവും പിള്ളേർക്ക് വേണ്ടി ആഹാരവും വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് ഉണ്ടാക്കി പിള്ളേരെ പറഞ്ഞയച്ച് ഒന്ന് കിടന്നുറങ്ങാനും പറ്റുന്നില്ല. ഈ 7-ാം ദിവസവും വെളുപ്പിനെ എഴുന്നേക്കണം. അപ്പോൾ ഒരിക്കലും ജോലി തീരാത്തവരും ഒരിക്കലും സ്വസ്ഥതയില്ലാത്തവരുമാണ്. ഒരു ദിവസം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് നോക്കിയാൽ മനസ്സിന് ഭയങ്കര സുഖമാണത്. പ്രൈസ് ഹല്ലേലൂയ. അതങ്ങനെ ഉള്ളവർക്ക്. അപ്പോൾ പുതിയ നിയമത്തിനൊരു വ്യവസ്ഥയുണ്ട്. പഴയ നിയമത്തിൽ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കാൻ പറഞ്ഞത്. പുതിയ നിയമത്തിനും വ്യവസ്ഥയുണ്ട്. ഒന്ന് വായിക്കാമോ നമുക്ക്? എബ്രായ ലേഖനം 10:24. എബ്രായ ലേഖനം 10:24 വായിച്ച്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് എന്ത് ചെയ്യരുത്? തമ്മിൽ ഉപേക്ഷിക്കാതെ, ഉപേക്ഷയായിട്ട് കരുത്. 13-ലാണെന്ന് തോന്നുന്നു. അവിടെ പറയുന്നു, എബ്രായർ 13:16 വായിച്ചേ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ നന്മ ചെയ്യുക, കൂട്ടായ്മ, ഫെലോഷിപ്പിന് എന്ത് ചെയ്യരുത്? കൂട്ടായ്മ കാണിക്കാൻ മറക്കരുത്, ഫെലോഷിപ്പ് മറക്കരുത്. ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? പുതിയ നിയമം ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. അതൊരു ഉപദേശമായിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു ഉപദേശമായിട്ട് മാറുക. പ്രൈസ് ദി ലോർഡ്. സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കുക. ഈ അടുത്ത ഇടയ്ക്ക് ഒരു ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സഭയുടെ ശുശ്രൂഷകൻ അദ്ദേഹം പറഞ്ഞു, സഭായോഗങ്ങളെ വിട്ട് ജനം അന്യപ്പെട്ടു പോകുന്നുവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഭായോഗങ്ങളോട്, സഭായോഗത്തിനുള്ള മനുഷ്യൻ്റെ
താല്പര്യം കുറഞ്ഞു പോകുന്നു, സഭയിൽ നിന്ന് ജനം അന്യപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം മെസ്സേജ് കൊടുക്കുന്നു. അപ്പം അതേ ആള് തന്നെ തൻ്റെ സഭായോഗങ്ങളെ തൻ്റെ വിശുദ്ധ സഭാദിനത്തിലെ സഭായോഗങ്ങളെ ലൈവ് ചെയ്തിട്ട് ലൈവിലുള്ളവർ നിങ്ങൾ ഞങ്ങളുടെ സഭായോഗത്തിൽ. അപ്പം ഇവരെവിടെ ഇരിക്കുന്നത്? നീ വീട്ടിൽ ഇരുന്ന് എൻ്റെ ഈ ആരാധനയിൽ പങ്കെടുത്താൽ മതി എന്നുള്ളത് കൊണ്ടല്ലേ ലൈവ് ചെയ്തത്. ലൈവ് ചെയ്യുകയും അവസാനം പ്രാർത്ഥിക്കുമ്പോൾ ലൈവായി ഞങ്ങളുടെ ആരാധനയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്ന സ്തോത്ര കാഴ്ചകൾക്ക്, ഞങ്ങൾക്ക് ലൈവായി ഗൂഗിൾ പേ ആയിട്ട് ലൈവായി സ്തോത്ര കാഴ്ച അയച്ചു തന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ജനത്തെ സഭായോഗത്തിൽ നിന്ന് അന്യപ്പെടുത്തി കൂടാരങ്ങളിൽ ഇരുത്തി നീ അന്യപ്പെടുത്തുന്നത് നിങ്ങളല്ലേ? ഓക്കെ, ഇത് ചെയ്തതാരാ? ചെയ്തതും അവരാ. അവർക്ക് എന്തോ കിട്ടിയാൽ മതി. സ്തോത്രക്കാഴ്ച ഓൺലൈനായിട്ട് കാണിക്ക തന്നവരും. അവസാനത്തെ പ്രാർത്ഥനയാ ഓൺലൈൻ, മനസ്സിലായാലും ഓൺലൈനായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരും ഞങ്ങളുടെ സഭായോഗത്തിൽ പങ്കെടുത്തവർക്കും ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് കാണിക്ക അയച്ചു തന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നീ അവിടെ ഇരുന്നാൽ മതി, എൻ്റെ കാണിക്ക മതി എന്ന് പറഞ്ഞ് നിന്നെ അന്യപ്പെടുത്തി വീട്ടിലിരുത്തുകയും സഭായോഗങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഉത്തരവാദി ആരാ? ശുശ്രൂഷ ബന്ധം തന്നെയല്ലേ? ശരിയല്ലേ? ഇത് രണ്ടും പറഞ്ഞത് ഒരാൾ തന്നെയാണ്. ഞാൻ ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് വേറെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധമൊന്നും ഇല്ല. അദ്ദേഹം നല്ല സന്ദേശം നൽകുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ഇത് കേട്ടപ്പോൾ ഈ രണ്ട് തലവും ഞാൻ കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പോൾ ചിലർ വിചാരിക്കുന്നത്, ഇപ്പോൾ ആൾക്കാർക്കെല്ലാം ഈ കൊറോണ വന്നതോടെ എല്ലാവരും ഓൺലൈനൊക്കെ ഇരുത്തിയപ്പോൾ അതൊരു സുഖമായിട്ട് തോന്നി. ഇപ്പോഴും അവരിങ്ങ് താഴോട്ട് ഇറങ്ങിയില്ല. ഇപ്പോഴും അവരിൽ തന്നെ ഇപ്പോഴും അവരെ ഇരുത്താനേ അവർ ആഗ്രഹിക്കുക. കാര്യം എന്താ? കാണിക്ക കിട്ടുമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ പലരെയും നശിപ്പിച്ച് കളഞ്ഞത്. ബൈബിൾ പറയുന്നു, പഴയ നിയമത്തിൽ ശബത്തിനെ നീ എന്ത് ചെയ്യരുത്? ശബത്തിനെ നീ അലക്ഷ്യമായിട്ട് എണ്ണരുത്. അതേ പുതിയ നിയമം പറയുന്നു, ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. നന്മ ചെയ്യുന്നതിലും കൂട്ടായ്മ കാണിക്കുന്നതിലും നിങ്ങൾ മടുത്തു പോകരുത്. ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ദൈവം ഈ കൂട്ടായ്മ കാണിക്കുന്നതിൽ. കൂട്ടായ്മയ്ക്ക് നീ കൂടി വരണം. നീ എത്ര ഓൺലൈനിൽ ഇരുന്നാലും നമ്മൾ കൂടി വരുന്നത് പോലുള്ള ആ കൂട്ടായ്മ അതൊരു പ്രത്യേക സന്തോഷമാണ്, ഒരു പ്രത്യേക അനുഭവമാണ്. നിൽക്കട്ടെ. പഴയ ന്യായപ്രമാണത്തിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ യാഗപീഠവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വായിച്ച ഒരു കാര്യമാണ്. യെശയ്യാപ്രവചനം 58:13-14 ഒന്ന് ഓടിച്ച് പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം. ഒന്ന് ഓടിച്ച് പറയാം. യെശയ്യാവ് 58:13-14. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ആമോസ് പ്രവാചകന്റെ പുസ്തകം 8:5-6 കൂടെ വായിക്കും. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിന് ഒരു സന്തോഷം സഭായോഗത്തിൽ നീ കൂടി വരുന്നത് ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തിൽ ബഹുമാന യോഗ്യമെന്നുണ്ടെങ്കിലും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കും. അപ്പൊ ദൈവം പറയുന്നത് ഒരു വാഗ്ദത്തത്തോടു കൂടി ഒരു അനുഗ്രഹം സഭായോഗത്തിനകത്ത് ശബത്തിനകത്തുണ്ട്. മനസ്സിലായവർക്ക് സ്തോത്രം. എന്താ? വാഗ്ദത്തത്തോടു കൂടിയ ഒരു അനുഗ്രഹം. ശബത്തിനകത്തൊരു വാഗ്ദത്തമുണ്ട്. എന്താണെന്ന് അറിയാമോ? എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ശബത്തിന് എന്ന് പറഞ്ഞാൽ ഇത് ന്യായപ്രമാണത്തിൻ്റെ. പുതിയ നിയമത്തിലേക്ക് വന്നാലും സഭായോഗമെന്നുള്ള ആഗ്രഹത്തോടെ, ആവേശത്തോടെ, സന്തോഷത്തോടെ, മനസ്സൊരുക്കത്തോടു കൂടി നീ സഭായോഗത്തിനകത്ത് വന്ന് നീ ദൈവത്തിൽ പ്രമോദിക്കും, ദൈവത്തിൽ സന്തോഷിക്കുമെന്ന ദൈവത്തിൻ്റെ സന്തോഷം. ഞാൻ എൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ഞാൻ അവരെന്ത് ചെയ്യും?
ഇല്ലേ? എൻ്റെ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുവന്ന എൻ്റെ ജനത്തെ ഞാൻ സന്തോഷിപ്പിക്കുമെന്ന് യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാഗ്ദത്തം പോലെ തന്നെയാണ് പുതിയ നിയമസഭയ്ക്കകത്ത് കൂട്ടായ്മയ്ക്ക് നീ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കകത്ത് കൂട്ടായ്മയ്ക്കകത്ത് വന്നാൽ ഞാൻ വേറൊരു ഭാഗം നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എണ്ണ, ഈ വിളക്ക് കത്തിക്കാൻ ആരാ എണ്ണ കൊണ്ടുവരേണ്ടത്? എവിടെ നിന്ന് എണ്ണ വരേണ്ടേ? വിളക്ക് കത്തിക്കാൻ, നിലവിളക്ക് കത്തിക്കാനുള്ള എണ്ണ എവിടെ നിന്നാണ് വരേണ്ടേ? അയ്യോ, കൂടാരങ്ങളിൽ നിന്ന് അല്ലേ? ജനം കൂടാരങ്ങളിൽ ഇരുന്ന് ഒലിവുകായെ ഇടിച്ച്, വീട്ടിലിരുന്ന് ഇടിച്ച് പിഴിഞ്ഞ് പോരാ പിഴിഞ്ഞ്, അത് തന്നെ, അവിടെ ആട്ടെ. അപ്പോൾ സഹോദരി ഇടിക്കും, സഹോദരൻ തെളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇടിച്ച് പിഴിഞ്ഞ് തെളിച്ച് അവിടെ നിന്ന് കൊണ്ടുവരണം. എവിടെ നിന്നാ? കൂടാരത്തിൽ നിന്ന് ഇടിച്ച് പിഴിഞ്ഞ് തെളിച്ച് ഈ വിളക്കിന് എണ്ണ കൊണ്ടുവരുന്ന പോലെ. എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് നീ ഒരുങ്ങി ആലയത്തിലേക്ക്, ഞാൻ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വീട്ടിലിരുന്ന് ഒരുങ്ങി തെളിഞ്ഞ് എന്ത് ചെയ്യണം? വരണം. പ്രേക്ഷല്ലോ, ഒരുങ്ങി തെളിഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നാൽ, കൂട്ടായ്മയിൽ വന്നാൽ, കാരണം നിങ്ങളുടെ അകം ആരാധിക്കാൻ, ദൈവത്തെ സേവിക്കാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ, പ്രാപിക്കാൻ കണക്കാക്കിയിട്ട് അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ വന്നാൽ യഹോവയിൽ പ്രമോദിക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പം തന്നെയല്ല, നിന്നെ ഞാൻ എവിടെ ആക്കും? ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓട്ടുമാറാക്കും. പ്രീശലോ, നമ്മുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സഭകളിൽ നമ്മൾ ഈ പെന്തിക്കോസുകാരെ ഇപ്പോഴത്തെ മാറി. പണ്ട് ആളുകൾ കാണുന്നത് ദരിദ്രവാസികളായിട്ടാണ്. ആണോ അല്ലേ? ദരിദ്രവാസികൾ അല്ല, പുച്ഛത്തോടാണ് പറയുന്നത്, വളരെ പുച്ഛത്തോടാണ്. പ്രൈസല്ലോ, അവർ നിന്ന നമ്മുടെ മേലെ ആ നിന്നയെ ദൈവത്തിൻ്റെ മേലാണ് വീണത്. അതുകൊണ്ട് ഞാൻ പറയാം, അന്ന് പ്രാരംഭകാലം മുതൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചവരെയൊക്കെ മാറാൻ കണക്കായി പലരുടെയും കണ്ണ് തള്ളുമാറ് ദൈവം എന്ത് ചെയ്തു? ഇല്ലേ? ഇല്ലേ? നമ്മുടെ എവിടെയും അങ്ങനെ തന്നെ. അങ്ങോട്ട് എവിടെ പോയാലും ദൈവമക്കളെ ദൈവം ആദരിച്ചു. എന്താണെന്നറിയാം? അവർ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചു. അവരെ ഉന്നതങ്ങളിലേക്ക് ദൈവം വാഹനമേറ്റി ഓടുമാറാക്കി, അവരുടെ സന്തതികളെ ഓടുമാറാക്കി. നമ്മുടെ ദാരിദ്ര്യം പിടിച്ചിരുന്ന സഭകളിനകത്തിരുന്ന സഹോദരന്മാർക്ക് നല്ല തൊഴിലുകൾ ഉണ്ടായി, വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. ഗതി പിടിക്കാതെ കിടന്നതാണ്, ആർക്കും വേണ്ടാതെ കിടന്നതൊക്കെ ദൈവസഭയ്ക്കകത്ത് വന്ന് ഗതി പിടിച്ചത് അല്ല. ഇന്നതെല്ലാം മാറി. ഇല്ലേ? എന്താ? അന്ന് ദൈവത്തെ സേവിച്ച് എനിക്ക് ഒരുപാട് സഹോദരങ്ങളെ, ഒരുപാട് കുടുംബങ്ങളെ, ഒരുപാട് കുടുംബം ചിന്തിക്കാൻ പോലും ഒടുതുണിക്ക് മറുതുണിയില്ലാത്ത ദൈവം സ്ഥിതി മാറ്റി. ഹല്ലേലൂയ. നമ്മുടെ എൻ്റെ ജീവിതാനുഭവം ഉൾപ്പെടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതാണ് കണ്ടത്. അതാ ദൈവത്തെ സേവിച്ചതിൻ്റെ. അപ്പോൾ ഇനി ദൈവം നമ്മളെ ആ സ്ഥിതി മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഉന്മേഷത്തോടുള്ള ദൈവത്തെ സേവിക്കണം. ആമോസിൻ്റെ പ്രവചനം 8:5-6 കൂടെ വായിച്ചേ. 8:5-6 കൂടെ വായിച്ചേ. ആമോസ്. ഗോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യം വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും ഗോതമ്പ് പീടിക തുറന്നു വയ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു ദരിദ്രന്മാരെ വിഴുങ്ങുവാനും മതി. ഇസ്രായേൽ ജനത്തിന്റെ അന്നത്തെ അവസ്ഥ, ഇവർ ശബത്ത് ആചരിക്കുന്നെങ്കിലും ഒരു കൂട്ടം ആളുകൾ ഈ ശബത്തിനിരിക്കുമ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശബത്തിനിരിക്കുമ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇയാൾ എപ്പോഴാണ് പ്രസംഗം നടത്തുന്ന പോകാമായിരുന്നു. മനസ്സിലായി? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഇല്ലേ? എപ്പോഴും ഈ ശബത്തിൻ്റെ ഒരു ടൈമുണ്ട്, അതൊന്ന് തീർന്നെങ്കിൽ ഓടിപ്പോയി എൻ്റെ കട തുറക്കാമായിരുന്നു. ഇന്നലെ 6 ദിവസം വിറ്റത് തികഞ്ഞില്ല. 6 ദിവസം ജോലിക്ക് പോയത് തികഞ്ഞില്ല. ഒന്ന് നേരത്തെ നിർത്തിയിരുന്നെങ്കിൽ അല്ലേ, തുറന്നിരുന്നെങ്കിൽ ഗോതമ്പിന്റെ പീടിക തുറന്നു വയ്പാൻ, ഗോതമ്പിന്റെ പതിര് വിൽക്കാൻ, നല്ലത് വിൽക്കാനും അല്ല. ആളുകളെ അങ്ങ് താഴോട്ട് പറഞ്ഞു ദരിദ്രന്മാരെ പറ്റിക്കാനാണ്. ഇവ ഈ ഓട്ടം ഓടുന്ന എന്തിനാണെന്നറിയും? ആർത്തി പിടിച്ച് ശബത്തിൻ്റെ അന്ന് പോയി ഓട്ടം ഓടുന്നതിൻ്റെ കാര്യം ദരിദ്രനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പതിര് വിൽക്കാൻ, കതിരാണെന്ന് പറഞ്ഞ് പതിര് വിൽക്കാൻ വേണ്ടി പോകുക അവൻ. പ്രൈസ്. ഇങ്ങനെ ഉള്ളതെല്ലാം സഭയ്ക്കകത്തുണ്ട്. പെന്തക്കോസിനകത്തും ഇന്ന് ഈ ടൈപ്പ് സാധനങ്ങളുണ്ട്. പ്രൈസ്. അങ്ങനെയുള്ളതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ, പണ്ട് നീ എവിടെ ഇരുന്നോ അങ്ങോട്ടങ്ങ് പോകുന്നതാണ് നല്ലത്. എവിടെ ഇടത് കത്തോലിക്കയിലോ CSIയിലോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നതായിരിക്കും. അവിടെ പോയിരുന്ന് മാനസാന്തരം ഉണ്ടാകുമ്പോൾ തിരിച്ചു വരുന്നതാണ് നല്ലത്. അതല്ലേ നല്ലത്?
ശരിയല്ലേ? ഇതിനകത്തിരുന്ന് ചൊവ്വുനിരപ്പുള്ള ഒന്നിനെണ്ണത്തിനും കൂടി ഇല്ലാതാക്കി കളയാതെ, ഇല്ലെങ്കിൽ അറയും കുറയുമായിട്ടൊക്കെ ഇരിക്കുന്ന ചിലതിനും കൂടി ഇത് ആ ബലഹീന വിശ്വാസിക്ക് ഇതൊരു ഇടർച്ചയായിട്ട് മാറാം. ചിലർക്ക് സ്ഥിരം ഞാൻ മുമ്പ് ഇവിടെ കാണിക്കേട്ടിട്ടൊരു പോക്ക് പ്രൈസർ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ മൊത്തം നിലനിൽപ്പ് തന്നെ എൻ്റെ 2 രൂപയുടെ കാണിക്കയിലാണ് നിൽക്കുന്നത്. കാണിക്കേട്ടിട്ടൊരു പോക്ക്, പിന്നെ കൂടെ കൂടെ ഒരു പകുതി അരയും കുറയൊക്കെ ആകുമ്പോൾ വന്ന് കയറുക. പ്രൈസല്ല, ഇങ്ങനെയുള്ള ഒരുപാടിടത്തുണ്ട്. പിന്നെ ചിലത് കുലുക്കി കാണിക്കും ഒന്ന് പിന്നെ ഈ ചുവട് താഴെ ഇരുത്തി വെച്ചേക്കുന്ന ഒന്ന് ഇളക്കി കാണിക്കും എന്ന് പറഞ്ഞത് നിർത്ത്, ഞാനൊന്ന് പോട്ടെന്നാണ്. പ്രൈസർ, ഇങ്ങനെയുള്ളതൊന്നും ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇരിക്കുന്നതെങ്കിലും ചൊവ്വേ നേരെ ഇരിക്കും. പ്രൈസല്ലോ. അപ്പോൾ വേദപുസ്തകം പറയുന്നു ഇങ്ങനെയുള്ളതൊന്നും ഇരിക്കണ്ട. ശബത്തിനെ ബഹുമാന യോഗ്യമെന്ന് എണ്ണുന്നവനെ ദൈവം ബഹുമാനിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അതിന് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. വേഗത്തിൽ പറഞ്ഞേ. പുറപ്പാട് പുസ്തകം 35:3 കൂടെ വായിച്ച്. പുറപ്പാട് പുസ്തകം 35:3. ശബത്ത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെങ്ങും തീ കത്തിക്കരുത്. നിങ്ങളുടെ മനസ്സിലാകുന്നവർക്കായി ഇഷ്ടം. ശബത്ത് ദിവസം എവിടെ നിന്ന് തീ കത്തിക്കരുത്? നിന്റെ വീട്ടിനകത്ത് നീ തീ കത്തിക്കരുത്. തലേ ദിവസം വരെ കത്തിച്ചത് മതി. ശബത്ത് ഇപ്പം പുതിയ നിയമസഭയ്ക്ക് അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. ഇതിൻ്റെ വേറൊരു ആത്മതലം ഞാൻ പറയാം. ശബത്ത് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം, സഭായുള്ള ദിവസം വീട്ടിലിരുന്ന് എന്ത് ചെയ്യണ്ട? ആരും ആത്മാവിനെ ഇറക്കരുതെന്നാണ് പറഞ്ഞത്. എൻ്റെ ഭാഷയിൽ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അവിടെ അതിൻ്റെ അക്ഷരീക അർത്ഥം അങ്ങനല്ല. ആരും വേറൊരു കാര്യാദിക്കും ഇടപെടരുതെന്നുള്ളത് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു ആത്മീക പദം ഉപയോഗിച്ച് പറയുക, ആരും വീട്ടിലിരുന്ന് തീ ഇറക്കാൻ നിൽക്കരുത്. പ്രീസല്ലോ, മനസ്സിലാകുന്നവർക്ക് ഇഷ്ടം. കൂട്ടായ്മയിൽ വന്ന് തീ ഇറക്കണം. പ്രീസർ, കൂട്ടായ്മയിൽ വന്ന് തീ പ്രാപിക്കണം. അങ്ങനെ കുറേ ദിവസം ഇപ്പോൾ ഒരു കൊറോണ വന്നുപോയി നമുക്ക് വേറെ ഗതിയില്ല. ഒരു പകർച്ചവ്യാധി വന്നുപോയി ഗതിയില്ല. നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, എഴയാനേ വഴിയുള്ളൂ, ഗതിയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ന്യായമാണ്. അതല്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ, ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ, ആത്മീയ കൂട്ടായ്മയ്ക്കുള്ള അവസരമുണ്ടെങ്കിൽ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി വീട്ടിനകത്തിൽ നിന്ന് തീ ഇറക്കി കഴിഞ്ഞാൽ ക്രമേണ അത് വേറെ അന്യാഗ്നിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശബത്തിനെ ബഹുമാന യോഗ്യമെന്നെണ്ണി ശബത്തിനെ പ്രൈസലോഡ് ശബത്തിലേക്ക് ഉള്ള മന്ന ശബത്തിൽ തലേ ദിവസം പറക്കി ഒരുങ്ങി ആ ശബത്തിനെ ബഹുമാന യോഗ്യമെന്നെണ്ണി ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഒരു ദിവസം നീക്കി വെച്ച്, അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് 1, 2, 3 രാവിലെ നമുക്ക് തുടങ്ങുന്ന ചിലപ്പം 10, 12, 1 മണി വരെയുള്ള സമയങ്ങളെ ഒതുക്കി വെച്ചിട്ട് അതിന് ശേഷമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം കാര്യാദികളെ ഒരു മനസ്സുറപ്പോടെ, ഒരു സ്വസ്ഥതയോടെ. ഇതിനകത്ത് ചൊവ്വേ നേരെ ഇരുന്നില്ലെങ്കിൽ വരുന്ന കാര്യം എന്താണെന്ന് അറിയാം. ഇത് യഹോവയുടെ സ്വസ്ഥതയാണ്. ദൈവത്തെ ആരാധിക്കാൻ വരുന്നവന് സ്വസ്ഥത കിട്ടണം. നീ ദൈവത്തെ സ്വസ്ഥതയോടെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുമെന്നുള്ള കാര്യം മറക്കരുത്. ഇത്രയും പറഞ്ഞ അവസാനം ഇത് ഗ്രഹിക്കുന്നവർക്കായി ഇഷ്ടം. അതുകൊണ്ട് ശബത്തിലേക്കുള്ള മന്ന അത് 2 ദിവസം ഇരിക്കുന്ന മന്നയാണ്. തലേ ദിവസം മറ്റേ മന്ന ഒരു ദിവസം ഇരിക്കുമ്പോൾ ഇത് 2 ദിവസം ഇരിക്കും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ചിട്ടയെ കാണിക്കുന്നു. ദൈവത്തെ സേവിക്കുന്നവന് വേണ്ടി ദൈവം കരുതുന്നു എന്നുള്ളതിൻ്റെ നിഴലായിട്ട് ഇതിനെ കാണുന്നു. ദൈവം ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ച് ഈ പാട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.